ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാൽക്കപ്പ ഉണ്ടാക്കാം. ഷീലമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെയ്യേണ്ടത് ഞാൻ 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ കപ്പ ചെറുതായി കൊത്തിയരിഞ്ഞ് നന്നായിട്ട് അധികം പൊടിഞ്ഞു പോകാതെ കുഴഞ്ഞു പോകാതെ വേവിച്ച് എടുക്കണം. ഇനി നമ്മൾ കടായിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ എടുത്ത് ഇടുക. അതിനുശേഷം വേണ്ടത് നമ്മളൊരു അരമുറി തേങ്ങയുടെ പാല്. ഞാൻ 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അരമുറി തേങ്ങയുടെ പാല്, നല്ല പാലെടുത്ത് വയ്ക്കുക. അതിനുശേഷം അതൊന്നുകൂടെ പിഴിഞ്ഞ് 2ാം പാല് കുറച്ച് എടുത്ത് വയ്ക്കുക. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ കപ്പ നമ്മൾ നന്നായിട്ട് കുഴഞ്ഞ് വേവിച്ചിട്ടില്ല. ഇനി നമുക്ക് ആ പാലിനകത്ത്, സെക്കൻഡ് പാലിനകത്ത് കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാലെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ 2ാം പാല് എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് കപ്പയിലേക്ക് സെക്കൻഡ് പാല് ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് പാല് കപ്പ നന്നായിട്ട് വേകാനുള്ള അത്രയും സെക്കൻഡ് പാലെടുത്ത് ഒഴിച്ച് വെക്കണം. ഒഴിച്ച് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറേ നേരം ഇട്ട് അത് ഒന്ന് വേവിക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് വേവിച്ച് അത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. കപ്പ നല്ല എന്താ പറയുക, ഈ കഷ്ണമായിട്ട് കിടക്കുന്ന കപ്പ നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇനി നമ്മൾ ഈ കപ്പയിലേക്ക് ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 ഉള്ളിക്കഷ്ണം, ചെറിയ ഉള്ളിക്കഷ്ണം എടുത്ത് ചതച്ച് അതും കൂടെ നമ്മുടെ ഈ കപ്പയ്ക്കകത്ത് ഇട്ട് നന്നായിട്ട് വേവിക്കുക. അപ്പം നന്നായിട്ട് കപ്പ സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുക. ഉള്ളി, പച്ചമുളക് ഇട്ട് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ പാൽക്കപ്പ 2ാം പാലിനകത്ത് കിടന്ന് നന്നായിട്ട് ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പം നമ്മളിനി അടുത്തതായിട്ട് ഒന്നുമില്ല ഇതിനകത്ത് ചെയ്യാൻ, പെട്ടെന്നാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കപ്പ വേവിച്ചെടുത്ത് കഴിഞ്ഞ് ഈ സംഭവങ്ങൾ ഇച്ചിരി ഉള്ളിയും ഒരു പച്ചമുളകും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് അതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാലെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല പാലായിരിക്കണം, നല്ല അടിപൊളി പാല്, അതായത് ഫസ്റ്റ് പാല്. അതെടുത്ത് ഇങ്ങനെ എടുത്തു കൊടുക്കുക. എന്നിട്ടതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പാൽക്കപ്പ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ വേണ്ട, ഏതാനും സെക്കൻഡുകൾക്കകം നമുക്കിത് റെഡിയാക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. കപ്പ വേവിച്ചപ്പോൾ ഇട്ട ഉപ്പേ ഉള്ളൂ. അപ്പം നമ്മളിത് അവസാനം ഒരു ശകലം ഉപ്പും കൂടെ അതിന് ആവശ്യമുള്ള ഇട്ട് കൊടുത്തു. നമ്മൾ ഇളക്കി പാൽക്കപ്പ റെഡിയായെന്ന് വേണം പറയാൻ. ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫിനിഷിങ് ടച്ചും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒന്ന് താളിച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. അപ്പം നമുക്ക് അതിന് മുമ്പ് ഇതിനകത്ത് ഒരു തണ്ട് കരിവേപ്പില ഒന്ന് ഇട്ടേക്കാം. കറിവേപ്പില ഒരു തണ്ട് ഇട്ടു, 2 തണ്ട് ഇട്ടേക്കാം. നമ്മുടെ പറിക്കുന്നതാണ് നമുക്കിവിടെ കറിവേപ്പുണ്ട്. അപ്പം അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അതിങ്ങനെ ഇട്ടു. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് താളിച്ചിടുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഫ്ലെയിം കൊടുത്തു. ഇനി വേണ്ടത് ഇന്നത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി ഒഴിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ നമ്മൾ ഹെൽത്ത് കെയർ ആയതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തു. നമുക്കതിലേക്ക് കുറച്ച് കടി ഇട്ട് കൊടുക്കാം.
ഈ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ ഉള്ളി. ഞാനൊരു ചെറിയ ഒരു 10 കഷ്ണത്തോളം ഉള്ളി എടുത്തു. അപ്പോൾ അത് നമ്മളിട്ട് കൊടുക്കും. അതിനകത്തേക്ക് നമുക്കപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചുമക്ക് വറക്കണം കേട്ടോ. ഉള്ളി നല്ല ചുമന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ മുളക് ഇതിനകത്തേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും കൂടെ കൊണ്ട് നന്നായിട്ട് കിടന്ന് മൊരിഞ്ഞ് ഒന്ന് റെഡി ആയി കഴിയുമ്പം നമ്മളിതെടുത്ത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വ്യൂവേഴ്സിനൊക്കെ സ്വാദിഷ്ടമായി പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പം നമ്മുടെ പാൽക്കപ്പ വളരെ സ്വാദിഷ്ടമായ പാൽക്കപ്പ നമുക്കിതാ ഇങ്ങനെ ഒരു സെർവ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കാം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല മീൻകറി അല്ലെങ്കിൽ പോത്തിറച്ചി ബീഫ് അല്ലെങ്കിൽ നല്ല മുളക് ചമ്മന്തി ആയാലും കഴിക്കാം. വെജിറ്റേറിയൻസിന് കഴിക്കണ്ടേ. അപ്പം നമ്മൾ മീനും ഇതും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല കാന്താരി ചമ്മന്തി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ.